സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. മറ്റു പാർട്ടികളിൽ നിന്നും ആളുകളെ തട്ടിക്കൊണ്ടുവന്ന് പാർട്ടി വളർത്തുന്ന BJPയുടെ ഓപ്പറേഷൻ താമര ഇനിയും അവസാനിച്ചിട്ടില്ലെന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിലും NCPയിൽ അജിത് പവാറിൻ്റെ നേതൃത്വത്തിലും കലഹമുണ്ടാക്കിയതുപോലെ തൃണമൂലിൽ പിളർപ്പുണ്ടാക്കിയ BJP ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ SPയിൽ ഒരു അവസരം നോക്കുകയാണ്. തൃണമൂലിൻ്റെ 2 ഭാഗം MP-മാരും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കണ്ട് തങ്ങൾക്ക് സഭയിൽ ഒരു പ്രത്യേക ബെഞ്ച് വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് ആകെയുള്ള 28 MP-മാരിൽ 20 പേരും മറുകണ്ഠം ചാടുന്നു എന്നർത്ഥം. തങ്ങൾ ഇനി മുതൽ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഭാഗമാണ് എന്നാണ് അവർ പറയുന്നത്. ഭരണഘടനാ ഭേദഗതി അടക്കം പലതും പാസാക്കാൻ മോദി സർക്കാരിന് തടസ്സം തൃണമൂൽ MP-മാരായിരുന്നു. 3-2 ഭൂരിപക്ഷം നേടുന്നതിൽ നിന്നും BJPയെ തടഞ്ഞത് അവരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തൃണമൂൽ സംബന്ധമുണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയുടെ കാര്യമാണ് ഏറ്റവും രസകരം. ഫേസ്ബുക്ക് പേജിൽ പോലും 90 ഫോളോവേഴ്സാണ് ഈ പാർട്ടിക്കുള്ളത്. സ്വന്തമായ ഒരു വെബ്സൈറ്റ് പോലും ഇല്ലാത്ത പാർട്ടി. എന്നാലും അയോഗ്യരാവില്ലല്ലോ എന്നതാണ് MP-മാരുടെ ഏക ആശ്വാസം. എന്നാൽ സമാജ്വാദി പാർട്ടി ഇത്തരത്തിലൊരു ചുക്കും ചെയ്യാൻ BJPക്ക് ആവില്ല എന്നാണ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറയുന്നത്. ഉത്തർപ്രദേശിലെ സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയുടെ നേതാവ് രാജ്ബർ ആണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി NDA സഖ്യത്തോടൊപ്പം നിന്ന് UPയിൽ 30 സീറ്റുകൾ നേടുമെന്നും മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഒക്കെ വേണ്ടവർ തന്റെ കൂടെ പോന്നോളൂ എന്നുമൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ചെയ്തികൾ നൽകുന്ന സൂചന എന്നൊരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ സീനിയർ ലീഡറായ ഗോപാൽ യാദവിനെയാണ് ഇതിനായി രാജ്ബർ കൂട്ടുപിടിച്ചിരിക്കുന്നത്. മണൽ ഖനനം, ഗോമതി നദീതീര പദ്ധതി എന്നിവയിൽ നടക്കുന്ന അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയാൽ BJPയിൽ ചേർന്നുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ ലിസ്റ്റ് ഗോപാൽ യാദവ് അമിത്ഷായ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നായിരുന്നു രാജ്ബറിന്റെ വാദം. ഗോമതി നദീതീരം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന തരത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതിയിൽ ഏകദേശം 125 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന കേസ് ഇപ്പോൾ EDയുടെയും CBIയുടെയും കൈകളിലാണ്. ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് മുന്നോട്ട് പോകുന്ന കേസ് ഏത് സമയത്തും മുൻ മന്ത്രിമാരായ SP നേതാക്കൾക്കെതിരെ തിരിയാമെന്ന് അവർക്ക് നന്നായി അറിയാം. 13 കോടി രൂപ വരുമാനം കിട്ടുന്ന കൽക്കരി അധിഷ്ഠിത വൈദ്യുതി വ്യാപാര കരാർ നേടിയെടുത്ത് അദാനി കമ്പനി. 2024 മുതലുള്ള കരാറുകളിലൂടെയാണ് അവരിത് നേടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2024 മാർച്ചിനും 2026 ജനുവരിക്കും ഇടയിലായി 12 കരാറുകളാണ് ഇവർ ലേലത്തിൽ പിടിച്ചത്. ഇത് പ്രകാരം സംസ്ഥാനങ്ങൾ 20 വർഷത്തോളം സ്വകാര്യ കമ്പനികളിൽ നിന്നും വൈദ്യുതി വാങ്ങണം. ഇവയെ സംബന്ധിച്ചിടത്തോളം സുദീർഘമായ ഒരു കാലത്തേക്ക് കച്ചവടം നടക്കുമെന്ന സുരക്ഷിതത്വമാണ് ഇത്തരം ലേലങ്ങൾ നൽകുന്നത്. 12 സംസ്ഥാനങ്ങളിലെ കരാറുകളിൽ 8 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരുന്നു. BJP ഭരിക്കാത്തിടത്താണ് ഇവർക്ക് കരാർ പിടിക്കാൻ കഴിയാതെ പോയത്. ബംഗാളിലാവട്ടെ ഇവർ ലേലത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു. പക്ഷേ യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ ഇടപെടലും ലേലത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നും BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലും തങ്ങൾക്ക് കരാർ ലഭിച്ചിട്ടുണ്ടെന്നും അദാനി ഗ്രൂപ്പ് വാദിക്കുന്നുണ്ട്. ഇത്തരം സുദീർഘമായ കരാറുകൾ പലപ്പോഴും സംസ്ഥാനങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് പലരും വിലയിരുത്തുന്നു. ഒരേ തുക തന്നെ എല്ലാ മാസവും കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് കരാറിൽ പറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ തുക കൊടുക്കേണ്ടി വരും. സർക്കാരുകൾ ഈ അധിക ബാധ്യത മിക്കപ്പോഴും ജനങ്ങൾക്ക് മേലാണ് വെച്ച് കെട്ടുക. ഓരോ വർഷവും ഉണ്ടാകുന്ന വൈദ്യുതിയുടെ ആവശ്യം അതാത് വർഷത്തെ സാമ്പത്തിക വളർച്ചയുടെ തോതുമായി ബന്ധപ്പെട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. പക്ഷേ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പ്രതീക്ഷിച്ച പോലെ വളരാതിരുന്നത് കാരണം മോദി സർക്കാരിന്റെ ആദ്യ ടൈമിൽ ഇത്തരം ദീർഘകാല കരാറുകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളികൾ കാരണം കൽക്കരിയുടെ ഉപയോഗം കുറയ്ക്കാനും പുനരുപയോഗം സാധ്യമായ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കാനുമുള്ള ആഹ്വാനങ്ങളും ഇത്തരം കരാറുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്നും രാജ്യത്ത് തടഞ്ഞിരുന്നു. പക്ഷേ 2024 മോദി സർക്കാരിന്റെ വരവോടെ കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞു. മഹാരാഷ്ട്ര സർക്കാർ ഇത്തരത്തിൽ ടെൻഡർ വിളിച്ചത് പരിശോധിച്ചാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവും. കൽക്കരി വൈദ്യുതിയും സോളാർ വൈദ്യുതിയും ഒരുമിച്ച് നൽകാൻ കഴിയുന്നവരിൽ നിന്ന് ടെൻഡർ സ്വീകരിക്കുമെന്നായിരുന്നു ഈ ടെൻഡറിലെ പ്രധാന വ്യവസ്ഥ. അത്തരത്തിൽ കഴിയുന്ന വളരെ ചുരുങ്ങിയ സ്ഥാപനങ്ങളിൽ ഒന്ന് അദാനിയുടേതായിരുന്നു എന്നതാണ് സത്യം. ആസാമിലാവട്ടെ അദാനി അവരുടെ തെർമൽ വൈദ്യുതി പ്ലാന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരോട് 3200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ കരാറുണ്ടാക്കിയിരുന്നു. അത്രയധികം വൈദ്യുതിയൊന്നും സംസ്ഥാനത്ത് ആവശ്യമുണ്ടാവില്ലെന്ന് പറഞ്ഞ് അവിടുത്തെ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധവുമായി വന്നിരുന്നു. ബീഹാറിൽ ഒരു വർഷത്തേക്ക് 1 രൂപ എന്ന നിരക്കിലാണ് അദാനി ഗ്രൂപ്പിന് തെർമൽ പവർ പ്ലാന്റ് ഉണ്ടാക്കാൻ സർക്കാർ 1000-ലധികം ഏക്കർ സ്ഥലം കൊടുത്തത്. ഗർഭധാരണത്തിലൂടെയും പ്രസവത്തിലൂടെയും ഒക്കെ കടന്നുപോകുന്ന ഒരു പെൺകുട്ടിക്ക് പഠനവുമായി ബന്ധപ്പെട്ട സമയപരിധികളൊന്നും കർശനമാക്കരുത് എന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവ്. ഈ സമയമെല്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രാധാന്യമുള്ള സമയമാണ്. ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഒരിക്കലും നിഷേധിക്കാൻ പറ്റുകയുമില്ല. ഇത്തരം അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന ഒരു സ്ത്രീയെ മറ്റു പെൺകുട്ടികളുമായി താരതമ്യം ചെയ്യാൻ പാടില്ല, കോടതി പറഞ്ഞു. മദ്രാസ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ഹേമന്ത് ചന്ദന ഗൗഡറാണ് ഇത്തരത്തിലൊരു വിധി പറഞ്ഞത്. തമിഴ്നാട്ടിലെ ഡോക്ടർ അംബേദ്കർ നിയമ സർവകലാശാലയ്ക്കും പരീക്ഷാ കൺട്രോളർക്കും മധുര ഗവൺമെന്റ് ലോ കോളേജ് എന്നിവയ്ക്കുമാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
LLM പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയായിരുന്നു ഈ വിധി. ഇവർക്ക് ഡിസർട്ടേഷൻ സമർപ്പിക്കാനും വൈവാവോസി പരീക്ഷയിൽ പങ്കെടുക്കാനും സമയം നൽകണമെന്നായിരുന്നു കോടതിയുടെ വിധി. ഇത്തരം സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും വിധിയിൽ പറയുന്നു. മധുര ഗവൺമെൻറ് ലോ കോളേജിൽ LLM പഠിച്ചുകൊണ്ടിരുന്ന സംഗീത എന്ന പെൺകുട്ടിയുടെ ഹർജിയിലാണ് മദ്രാസ് ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ശക്തമായ ചൂട്, ഇടയ്ക്കിടെ വൈദ്യുതി തടസ്സം, വീടിനകത്തൊരു രാത്രി കഴിയുന്നത് ദുസ്വപ്നം പോലെയാവാൻ തുടങ്ങിയപ്പോഴാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആളുകൾ കെട്ടും ഭാണ്ഡങ്ങളും എടുത്ത് ബീച്ചിലേക്ക് ഇറങ്ങിയത്. മുംബൈയിലെ മിക്കവാറും എല്ലാ ബീച്ചിലെയും അവസ്ഥ ഇതാണെങ്കിലും ഈ വീഡിയോ വെർസോവ ബീച്ചിലേതാണ്. ഇന്നത്തെ ഇന്ത്യാസ്കരിയുടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.